ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഉള്ളത് ബീച്ചേട്ടന്റെ പാർക്കിങ്ങിലാണ് തേക്കടിയിൽ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി ബിജുണ്ണന്റെ ചായക്കടയിലോട്ട് പോയി. ഒരു കട്ടൻ കാപ്പി ഓർഡർ ചെയ്തു, അത് കുടിച്ചു. ദൂരെ മാമലകൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ബീച്ചേട്ടൻ്റെ അടുത്ത് എലിഫന്റ് സവാരിക്ക് ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് തന്നത്. അതിനുശേഷം കുളിക്കാൻ ഒരു സോപ്പ് മേടിച്ചു, കുളിച്ച് ഫ്രഷപ്പായി നേരെ മൗണ്ടൈൻ കോട്ടിയാന്റെ പാർക്കിങ്ങിലോട്ട് പോയി. വണ്ടി കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തു. ധാരാളം വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. കൂടുതലും അറബിക് ടൂറിസ്റ്റുകളാണ്. ഹിന്ദിക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അവർ വരട്ടെ, വന്നാൽ നമുക്ക് എല്ലാവർക്കും ഓട്ടമാവുമല്ലോ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മൗണ്ടൈൻ കോട്ടിന്റെ റിവർ ഫുഡ് കിട്ടുന്നിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല പുട്ടും കടലയായിരുന്നു ഫുഡ്. അതും കഴിച്ചു. ഒരു ചായയും കൂടി അവിടെ നിന്ന് കഴിച്ചു. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ്, ചുറ്റും ഏലത്തോട്ടങ്ങളാണ്. അതിനുശേഷം ഗസ്റ്റ് വിളിച്ച് റെഡിയായെന്ന് പറഞ്ഞു. നേരെ അവരെയും പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് തമിഴ്നാട് കേരള ജീപ്പ് സഫാരി വിടാൻ വേണ്ടിയാണ്. സത്രവും അതുപോലെ കമ്പം മുന്തിരിത്തോപ്പിലോട്ടും 4 മണിക്കൂർ എടുക്കും ആ ജീപ്പ് സഫാരി കഴിഞ്ഞ് ഗസ്റ്റ് വരാൻ. നേരെ ബീച്ചിന്റെ പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കൂട്ടുകാരെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഈ കാണുന്നതാണ് ടസ്കർ കഫേ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ ഡ്രൈവർമാർ കൂടുതൽ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ദൂരെ നമ്മുടെ ബീച്ച് എലിഫന്റ് ജംഗ്ഷൻ കാണാൻ പറ്റും. അങ്ങനെ വണ്ടി നേരെ ബീച്ചേട്ടന്റെ പാർക്കിങ്ങിലോട്ട് കയറ്റാനുള്ള പരിപാടി. അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവരെയും വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കാം. ജീപ്പ് സവാരി കഴിഞ്ഞ് ഗസ്റ്റിനെ അവർ അവിടെ ഡ്രോപ്പ് ചെയ്തോളും. ഇത് റഷീദ് ഖാന്റെ ചായക്കടയാണ്. അങ്ങനെ വണ്ടി നേരെ ബീച്ചേട്ടന്റെ ആക്ടിവിറ്റി സെന്ററിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ എലിഫന്റ് റൈഡിനായിട്ട് ഒരു ആന റെഡിയായിട്ട് നിൽക്കണു. ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ്, നല്ല ഫ്രഷ് ചോക്ലേറ്റ് മേടിക്കാം കേട്ടോ. മൂന്നാറിൽ മക്കോഫയിലുണ്ട്, ഇവിടെ തേക്കടിയിൽ ഇവിടെയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ അൽത്താഫിനെ അവിടെ വെച്ചിട്ടുണ്ട്. അവൻ്റെ ഗസ്റ്റിനെ എലിഫന്റ് റൈഡ് വിട്ടിട്ട് ഇരിക്കുകയാണ്. നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി റഷീദ് പോയി ഒരു ചായ കുടിച്ചു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ട് ടസ്കർ കഫേയിലോട്ട് പോയി. നല്ല വാഴയിലയിൽ നല്ലൊരു ഊണ് അവിടെ നിന്ന് കഴിച്ചു. സാമ്പാറും മുട്ട പൊരിച്ചൊക്കെ കൂട്ടി. തിരിച്ചു വന്നത്തേക്കും എലിഫന്റ് റൈഡ് നല്ല തകർത്തിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല തിരക്കായിട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ എലിഫന്റ് റൈഡ് എടുത്താൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സമയം 4 മണിയായപ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി റഷീദ് കാടത്തേക്ക് പോയി. ഒരു ചായ ഓർഡർ ചെയ്ത് ചായ കുടിച്ചു. തിരിച്ചു വന്നത്തേക്ക് എൻ്റെ ഗസ്റ്റ് വന്ന് അവരെ എലിഫന്റ് റൈഡിനായിട്ട് കയറ്റി വിട്ടു. ഈ പോകുന്നവരാട്ടോ എൻ്റെ ഗസ്റ്റ്. അതിനുശേഷം ഹണിഫാം കാണിക്കാനായിട്ട് നമ്മുടെ ബെന്നി ബ്രോയുടെ അടുത്തേക്ക് പോയി. ഫിലിപ്പ് ഹണിഫാം തേക്കടി. ഈ കാണുന്ന മൊത്തം ഹണിഫാമാണ്. ഇവരുടെ വീട്ടിൽ തന്നെയാണ് ഈ ഹണിഫാം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഗസ്റ്റ് പറഞ്ഞു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. ഡിന്നർ കഴിപ്പിച്ച് കുറച്ച് നേരം മാർക്കറ്റ് കറക്കി. അതിനുശേഷം ഞാൻ ഗസ്റ്റിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ. താങ്ക് യു.